10 അഡീനിയം ചെടികൾ കൊറിയർ ചാർജ് ഇല്ലാതെ വെറും 499 രൂപയ്ക്ക് ലഭിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 അഡീനിയം ചെടികൾ കൊറിയർ ചാർജ് ഒന്നും നൽകാതെ തന്നെ DTDC കൊറിയർ വഴി ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് 499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാം തന്നെ സീഡ് മുളപ്പിച്ച സീഡ്ലിംഗ് പ്ലാന്റ്സുകളാണ്, അല്ലാതെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളല്ല. അതുകൊണ്ട് തന്നെ കളേഴ്സ് കൺഫേം ആയിരിക്കില്ല. ഡിഫറെൻറ്റ് ട്രേകളിൽ കളേഴ്സ് അടയാളപ്പെടുത്തിയിട്ടാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും സീഡ് മുളപ്പിച്ചതായതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്ത് തരാനായിട്ടും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ആരും കളേഴ്സ് ഇട്ട് തന്നിട്ട് ഈ കളർ എടുത്തു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എടുത്തു തരാനായിട്ട് സാധിക്കുന്നതല്ല. 2 മാസത്തോളം പ്രായമെത്തിയ പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പോട്ടിലേക്കൊന്ന് മാറ്റി ഒരു 1.5 മാസം ആകുമ്പോഴേക്കും തന്നെ പ്ലാന്റുകളിൽ പൂക്കളായി തുടങ്ങും. ഡിസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ഈ അഡീനിയം പ്ലാന്റ്സുകൾ അവയുടെ ആ ഒരു തനത് ശൈലിയിൽ തന്നെ ബോൺസായി ആയി വരുന്ന പ്ലാന്റ്സുകളാണ്. ബാക്കി പ്ലാന്റൊക്കെ നമ്മൾ ബോൺസായി ആക്കി എടുക്കണം, റൂട്ടൊക്കെ കട്ട് ചെയ്ത് ബോൺസായി ആക്കി എടുക്കണം. എന്നാൽ അഡീനിയം പ്ലാന്റ്സുകൾ സ്വമേധയാ ബോൺസായി രൂപത്തിലാണ് വളർന്നു വരുന്നത്. ഗ്രാഫ്റ്റഡ് പ്ലാന്റിനെ അപേക്ഷിച്ച് സീഡ്ലിംഗ് പ്ലാന്റ്സുകൾക്ക് വളർച്ച കൂടുതലും നന്നായി കൂടുതൽ പൂക്കൾ തരാനും അതുപോലെ തന്നെ മഴയെയും വെയിലിനെയും ഒക്കെ അതിജീവിക്കാനുള്ള കഴിവുമുണ്ട്. അഡീനിയം പ്ലാന്റ്സിന് പോട്ടി മിക്സായി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് കൊക്കോപീറ്റും പെർലൈറ്റും അല്പം ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണും അതുപോലെ തന്നെ മണലും അല്പം ചകിരിച്ചോറ് അതുപോലെ തന്നെ ലീഫ് മോൾഡൊക്കെ ചേർത്തൊരു പോട്ടി മിക്സും തയ്യാറാക്കാവുന്നതാണ്. ഫസ്റ്റിൽ നമ്മൾ ചകിരിച്ചോറിൽ മാത്രം നടുന്നത്, അല്പം പെർലൈറ്റ് ചേർത്ത് ചകിരിച്ചോറിൽ മാത്രം നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പ്ലാന്റ് സൈസ് കറക്റ്റ് കണ്ട ശേഷം മാത്രം പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ പഴയ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് വാട്സപ്പ് നമ്പറിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.